അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചവരുടെ DNA പരിശോധനാ ഫലം വൈകുന്നു. പരിശോധന വേഗത്തിലാക്കാൻ 160 വിദഗ്ധരെ നിയോഗിച്ചു. DNA പരിശോധനയിലൂടെ ഇതുവരെ 31 പേരെയാണ് തിരിച്ചറിഞ്ഞത്. DNA ടെസ്റ്റിൽ മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാനിയുടെ മാച്ച് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രജനീഷ് പട്ടേൽ സ്ഥിരീകരിച്ചു. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിലെ തെരച്ചിൽ തുടരുകയാണ്. ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിൽ തുടരുന്നു. ശരത് ലാൽ ചേരുന്നു വിവരങ്ങളുമായി അഹമ്മദാബാദിൽ നിന്ന്. ശരത്ത്, രഞ്ജിതയുടെ അടക്കമുള്ള DNA സാമ്പിളുകൾ ഇതുവരെയും മാച്ച് ചെയ്ത് കിട്ടിയിട്ടില്ല, ആ റിസൾട്ട് കിട്ടിയിട്ടില്ല. എപ്പോഴേക്കും ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇതൊരു വളരെ സങ്കീർണമായ ഒരു പ്രോസസ്സാണോ? ഈ മുഴുവൻ ആളുകളുടെയും DNA ശരീരഭാഗങ്ങൾ കിട്ടേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ആ തരത്തിൽ അവിടെ തെരച്ചിൽ തുടരുകയാണോ ഇപ്പോൾ? ലക്ഷ്മി ഗുഡ് മോർണിംഗ്. ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കാരണം 241 പേരുടെ മാത്രമല്ല, അതുപോലെ തന്നെ പുറത്തുള്ള, അതായത് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ, മറ്റു പ്രാദേശിക വാർത്തകൾ, ഇവരുടെ പോലും ശരീരഭാഗങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ 328 ശരീരഭാഗങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഫോറൻസിക് വിഭാഗത്തിന്റെ കയ്യിലുള്ള. ഇവരുമായിട്ട് DNA മാച്ച് ചെയ്താൽ മാത്രമേ വിജയ് രൂപാണിയായാലും ശരി, അതേപോലെ രജിതയുടെ ആണെങ്കിലും ശരി, അവരുടെ മാച്ച് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മലയാളി നഴ്സിന്റെ പോലും ഈ DNA ഫലം വൈകുന്നത്. ഇത് കഴിഞ്ഞ 3 ദിവസമായി DNA ടെസ്റ്റ് നടത്തിയിട്ടും ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുടെ മാച്ച് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് ആശുപത്രി സൂപ്രണ്ട് അല്പം മുമ്പ് സ്ഥിരീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വിദഗ്ധരെ നിയമിച്ചിരിക്കുന്നത്. ഗുജറാത്തിന്റെ പല ഭാഗത്തുനിന്നുള്ള ഫോറൻസിക് വിദഗ്ധരെയും ഡോക്ടർമാരെയും DNA വിദഗ്ധന്മാരെയും ആണ് ഇപ്പോൾ 165ഓളം പേരെ പുതുതായി നിയമിച്ചിട്ടുണ്ട്. ഇതോടുകൂടി തന്നെ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും പരിശോധന നടത്താൻ കഴിയുമെന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ ഇന്ന് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചത്. ഏതായാലും മലയാളി നഴ്സിന്റെ DNA ഫലം ഇതുകൊണ്ട് തന്നെയാണ് വൈകുന്നത്. നാളത്തോടുകൂടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം അറിയിക്കാമെന്നാണ് കുടുംബാംഗങ്ങളെ ആശുപത്രി അധികൃതർ ലക്ഷ്മി അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പിന്നിൽ കാണുന്ന സ്ഥലത്താണ് ഇപ്പോഴും തെരച്ചിൽ നടക്കുകയാണ്. ആ തെരച്ചിൽ നടക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരഭാഗങ്ങൾ ഇനിയും കണ്ടുകിട്ടാനുണ്ട്. അതേപോലെ തന്നെ ഈ പാസ്പോർട്ട് അടക്കമുള്ള ലഗേജുകൾ തെറിച്ചു വീണിട്ടുണ്ട്. ഇത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്. ഇത് ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട്. ഒരു കുടുംബത്തിന്റെ 4 പാസ്പോർട്ട് അടക്കം കണ്ടെടുത്തു. 4 ലാപ്ടോപ്പുകൾ, അതേപോലെ തന്നെ ആഭരണങ്ങൾ, സ്വർണം വെള്ളി ആഭരണങ്ങൾ, ഇതൊക്കെയാണ് ഇപ്പോൾ പോലീസ് നടത്തിയ തെരച്ചിൽ അല്ലെങ്കിൽ NDRF നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തി. ഇതൊക്കെ തന്നെ ഈ അതായത് ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിൽ പരന്നു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് സൂക്ഷ്മമായി ശേഖരിക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. ഇതിന് നേതൃത്വം നൽകാൻ വേണ്ടി അഹമ്മദാബാദ് പോലീസ് കമ്മീഷണർ തന്നെ ഇന്ന് രാവിലെ മുതൽ ഈ ദുരന്ത സ്ഥലത്തുണ്ട്. അതുകൊണ്ട് ലക്ഷ്മി, നമുക്കിപ്പോൾ ഏറ്റവും പുതിയ വിവരം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് തെരച്ചിൽ നടക്കുന്നു, അന്വേഷണം തുടരുന്നു, DNA ടെസ്റ്റ് വൈകുന്നു എന്നാണ് നമുക്ക് ചുരുക്കി പറയാൻ കഴിയുക. ലക്ഷ്മി, ശരത്ത്, ഈ ബ്ലാക്ക് ബോക്സ് ഡീകോഡിങ്ങിന്റെ നടപടികളൊക്കെ ഏത് തരത്തിലാണ് നടക്കുന്നത്? അപകട കാരണം സംബന്ധിച്ച ഒരു വിവരം, സ്ഥിരീകരണം എപ്പോഴായിരിക്കും ലഭ്യമാവുക? ഇന്നലെ അപകടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഈ കേസ് അന്വേഷിക്കുന്ന എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നൽകിയിരുന്നു. അതനുസരിച്ചിട്ട് വിമാനം തീപിടിച്ചത് കോസ്റ്റൽ കെട്ടിടത്തിൽ ഇടിച്ച ശേഷമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷം ഈ ഇടിയുടെ ആഘാതത്തിൽ വിമാനം 2ആയി പിളർന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടും ATCയുമായിട്ട് പൈലറ്റ് നടത്തിയ ഡിജിറ്റൽ കോഡിംഗ് വോയിസ് റെക്കോർഡിലെ വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്ത്. ഇതൊക്കെ കാണിക്കുന്നത് പൈലറ്റിന്റെ അവസാനത്തെ സന്ദേശം വ്യക്തമായി പറയുന്നുണ്ട്. പവർ നഷ്ടപ്പെട്ടു, മുന്നോട്ട് വിമാനം തള്ളാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ആക്സിലേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് മെയ്ഡേ സന്ദേശത്തോടൊപ്പം പൈലറ്റ് വ്യക്തമാക്കിയിരുന്നത്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എഞ്ചിൻ പൂർണ്ണമായി ഫെയിലിയറായി, 2 എഞ്ചിനും എന്നാണ്. അതായത് പറന്നുയർന്ന് 22 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എഞ്ചിൻ പൂർണ്ണമായി തകരാറിലായി, എഞ്ചിൻ പ്രവർത്തനം നിലച്ചു എന്നതാണ് പ്രാഥമിക റിപ്പോർട്ടിൽ
ബ്യൂറോ നൽകിയിരിക്കുന്നത്, എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാഥമിക റിപ്പോർട്ടായിരുന്നു ഇന്നലെ ഉന്നതതല യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഇതനുസരിച്ചാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം തന്നെ രൂപീകരിച്ചത്. അതിന്റെ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അന്വേഷണം നാഷണൽ ദേശീയ സുരക്ഷാ ഗാർഡ് അടക്കം NSC അടക്കമുള്ള എല്ലാവിധ ടെക്നിക്കൽ സർവൈലൻസും ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ സ്കാനിംഗ് മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ ഡാറ്റ ഡീകോഡ് നടത്തുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് ബ്ലാക്ക് ബോക്സിന്റെ ഡാറ്റ കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ഈ ദുരന്തം എന്തുകൊണ്ട് സംഭവിച്ചു എന്നത് സംബന്ധിച്ച പൂർണ്ണ വിവരം കിട്ടും. അത് 10 ദിവസത്തിനകം ലഭിക്കുമെന്നാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഡീകോഡിംഗ് സംഭവം ആരംഭിച്ചു കഴിഞ്ഞു ബ്ലാക്ക് ബോക്സിന്റെ. അത് ബോയിങ് കമ്പനിയാണ് നൽകുന്നത്. ഈ ബോയിങ് കമ്പനി പ്രാഥമികമായിട്ടുള്ള ഈ റിപ്പോർട്ട് 24 മണിക്കൂറിന് ശേഷം നൽകുമെന്നാണ് ഇവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. ലക്ഷ്മി, ശരി. ശരത് ലാലാണ് ദുരന്ത ഭൂമിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ ബ്ലാക്ക് ബോക്സ് ഡീകോഡിങ്ങിനുള്ള നടപടികൾ നടക്കുന്നു. 10 ദിവസത്തിനകം നമുക്ക് ഈ ദുരന്തം എന്തുകൊണ്ട് സംഭവിച്ചു എന്നത് സംബന്ധിച്ച കാരണം അറിയാൻ കഴിയും എന്നാണ് ശരത് ലാൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്.